ഒരു കുറ്റി മാത്രം ഞാൻ നിനക്കായി വെക്കാം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ പൊട്ടിക്കുവാൻ സജിന തേരെ സജിന. സജിനയെ കൊണ്ട് ഞാനങ്ങ് തോറ്റ് എന്നുള്ളതാണ് ഗൈസ്. സത്യമായിട്ടും ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇതിങ്ങനെ കണ്ടന്റ് ചെയ്യാൻ തന്നെ നമുക്കൊരു ഉളുപ്പില്ലായ്മ ഫീൽ ചെയ്യുന്നു സത്യം. സോ അതുകൊണ്ട് ഗൈസ് ഇതൊരു ചീഞ്ഞളിഞ്ഞ കണ്ടന്റ് ആണ്, നിങ്ങൾ കാണണ്ട. ഇത് വെറുത്ത കണ്ടന്റ്, വൃത്തിയിട്ട കണ്ടന്റ് നിങ്ങൾ കാണണ്ട. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഓക്കെ, ഒരുപാട് പേർക്ക് പക്ഷെ താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയാം. നല്ല നല്ല കമന്റ് ഞാൻ കാണുമ്പോൾ ഭയങ്കര താല്പര്യം എല്ലാവർക്കും ഈ ചീഞ്ഞളിഞ്ഞ കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ താല്പര്യപ്രകാരം നമ്മൾ വീണ്ടും ഈ ചീഞ്ഞളിഞ്ഞ കണ്ടന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ മറുനാടൻ മലയാളിയിൽ സജിത കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ. അതങ്ങോട്ട് കഴിഞ്ഞ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫിറോസ് ഖാൻ ഒരു വീഡിയോ ഇട്ടേക്കും. എന്തോ പറയാനെന്ന് പറയും, ഇത് തീരിട്ടെന്നും പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്, തീരുന്നില്ല. ഇതിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അതിനകത്ത് പറഞ്ഞ പല അലിഗേഷൻസ്, അതിനൊക്കെതിരെ വളരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഫിറോസ് ഖാൻ. സജിന പറഞ്ഞതിനേക്കാൾ വലിയ അലിഗേഷൻസ് ആണ് ഇപ്പൊ സജിനയുടെ മണ്ടക്കിട്ട് ഫിറോസ് ഖാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫിറോസ് ഖാന്റെ വീഡിയോ വെക്കാം. നമസ്കാരം. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടത് ഒരിക്കലും എനിക്ക് വിജയിക്കാനോ ഒന്നുമല്ല. എത്ര ചെല്ലിയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത്? അപ്പോൾ ഇത്രയും 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്ന് കൊണ്ട് ചേർക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല, അതിലൊരു വിജയമല്ല. ഇപ്പോഴും ഒരു ഏകദേശം ആ വീഡിയോ വന്നതിന് ശേഷം, സജനയുടെ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഇനിയൊരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും ഗതികേട് വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത് വീണ്ടും അവൾ വന്നിട്ട് വായത്തൊന്ന് എന്തോ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ച് കിസിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതവൾ തെളിയിക്കുകയാണെങ്കിൽ കയ്യിൽ ചെന്ന് ഫ്രഞ്ചല്ല കയ്യിൽ അത് വിട്ടാ ഫ്രഞ്ചല്ല കയ്യിൽ കൊടുത്തായിരുന്നു. കാര്യങ്ങൾ ഒരുപാട് കാര്യമുണ്ട്. അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. കല്ല് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണോ അതോ കല്ല് നിങ്ങൾ റെഡിയാക്കി വെക്കുവോ? ഗ്രൗണ്ടിൽ വന്ന് നിന്നിട്ട് ഒരു മെറ്റിലോ അല്ലെങ്കിൽ വലിയ പറക്കല്ലോ വല്ലോ മതി, അത് പറഞ്ഞാൽ മതി. വീട്ടിൽ കല്ലൊക്കെ ഇവിടെ അവിടെ പോയി നമ്മൾ പിറക്കിക്കൊണ്ടുവരാം. ഒരാളെ എറിഞ്ഞു കൊല്ലാൻ പാകത്തിന് കല്ലിപ്പോൾ ഇവിടെ കിട്ടാൻ പറയണം. ഒന്നെങ്കിൽ നിങ്ങൾ റെഡിയാക്കി വെക്കണം, എന്നിട്ട് വല്ല മൈതാനത്തെങ്ങനെ പോയി എന്നിട്ട് എറിഞ്ഞോളാൻ പറയണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അല്ലാതെ വീട്ടിൽ കിടക്കുന്ന ഒരാളെ എറിഞ്ഞു കൊല്ലാതെ ജനങ്ങൾക്കൊന്നും ഭ്രാന്തുണ്ടോ? ഇല്ലേ? ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഓഡിയോ കേൾപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഓൾറെഡി ഇവിടെ എന്നെക്കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ഇട്ടതിന് ശേഷം ഞാൻ അന്ന് ഇത് കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ അവിടെ അടുത്ത് കാലൊടിയുന്നുണ്ട്. ആ വീഡിയോ എടുത്ത് കളഞ്ഞി. എന്നിട്ട് ആ 17ൻ്റെ കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോടൊരു വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോക്സോടെ എങ്കിലും നീ 17 വയസ്സുള്ളെങ്കിലും നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി ചെയ്യുക. എന്നിട്ട് അവൾ പറഞ്ഞു ഊമക്കത്തിൻ്റെ കാര്യം അത് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്ത ഒരു ഇലക്ഷൻ വരികയാണ്, അപ്പോഴത്തേക്ക് അതൊക്കെ മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിനിടയ്ക്കുള്ളതാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. അപ്പൊ സജിന മറുനാടൻ മലയാളി പറഞ്ഞ 17 വയസ്സുകാരിയുടെ അലിഗേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫിറോസിന്റെ ഒരു ഓഡിയോയും ആ ഒരു ഇന്റർവ്യൂവിനകത്ത് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഓഡിയോ അല്ല, കട്ട് ചെയ്ത ഒരു പീസാണ്. സജിന ആ പറഞ്ഞ കാര്യം തെറ്റാണെന്നാണ് ഫിറോസ് ഇപ്പോൾ വന്നിരുന്ന് പറയുന്നത്. അപ്പൊ ഫിറോസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, സജിന പറഞ്ഞത് തെറ്റാണ്. ആ ഓഡിയോയ്ക്കകത്ത് അങ്ങനൊന്നും ഇല്ല. ഈ ഫിറോസ് പറഞ്ഞതുപോലാണ് ആ ഓഡിയോയ്ക്കകത്ത് സംസാരിച്ച കാര്യങ്ങൾ എങ്കിൽ ആ ഓഡിയോയുടെ ഫോൺ കോളിന്റെ പൂർണ്ണ രൂപം ഫിറോസ് പുറത്തുവിടും. കയ്യിലില്ലെന്ന് പറയല്ലേ കേട്ടോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. കാര്യം 10 കൊല്ലം മുമ്പുള്ള വീഡിയോ ഒക്കെ എടുത്ത് സൂക്ഷിച്ച ആളാണ് ഫിറോസ്. അപ്പൊ പിന്നെ അത് കയ്യിലില്ല, അത് സജിനയുമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഫിറോസിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഫിറോസ് ആ ഓഡിയോയ്ക്കകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെങ്കിൽ പൂർണ്ണരൂപം ഓഡിയോയുടെ പുറത്തുവിടും. സജിന ആ ഒരു ഓഡിയോയ്ക്കകത്ത് കേൾപ്പിച്ച അത്രയും ഭാഗം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഫിറോസ് എന്തിനൊക്കെയോ ഭയക്കുന്നു.
അതുകൊണ്ടാണല്ലോ ഒരു ഭീഷണിയുടെ സ്വരം അതിനകത്ത് വന്നത്. എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കും, മൊത്തത്തിലൊരു പരിങ്ങല്. അത് കേൾക്കുന്ന എല്ലാവർക്കും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൂർണ്ണ രൂപം പുറത്തു വിടൂ എന്ന്. പിന്നെ നിങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്ത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഈ യൂണിവേഴ്സിലോട്ട് ഇതുവരെ എൻ്റർ ആയിട്ടുള്ള ടീംസും ഇനി എൻ്റർ ആവാൻ പോകുന്ന ടീംസും എല്ലാം അപരാധികളാണ്. അപരാധികൾ, കാട്ടപരാധികൾ. ഒരാളുടെ ഭാഗത്ത് പോലും നേരോ നെറിയോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവർ വന്ന് പറയുന്ന പല കാര്യങ്ങളിലും കൂടുതലും കള്ളത്തരമാവാനാണ് സാധ്യത. പ്രത്യേകിച്ച് സജിന, അതിനകത്ത് ഏറ്റവും കിങ് ലെയറാണ് സജിന. ബാക്കിയൊക്കെ അതിൻ്റെ അടിയിലേ വരുത്തുള്ളൂ. ഫിറോസ് പറയുന്ന കാര്യങ്ങളിലും പൊരുത്തക്കേടുകളുണ്ട്, പലതും വിശ്വസിക്കാൻ പറ്റാത്തതുമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ നമുക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം നല്ല ഒന്നാം തരം എ ക്ലാസ് അപരാധികളാണ്. നമ്മൾ പ്രേക്ഷകർ എന്ന നിലയിൽ കാണുക, കണ്ടുകൊണ്ടിരിക്കും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ബാക്കി കേൾക്കാം. ഇത്രയും സജിന ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വന്ന്, നീ എന്തായാലും വിജയിച്ചിരിക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഈ റസൂലിൻ്റെ കളി തന്നെയാണ് ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്തു വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സജിന വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? എനിക്ക് തോന്നുന്നു സജിന റസൂലിനെ ഇട്ട് കളിപ്പിക്കുകയാണെന്നാ. സജിന നല്ല കളി അറിയാവുന്ന ടീമാ. അതൊക്കെ നിന്റെ കൂട്ടുകാരികളെ കുറിച്ച്. ആ ദിയാസന പുറത്തു വരത്തില്ലെന്നാണോ? അവളൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ നീ പറയുമ്പോൾ അവളിത് പുറത്തു വന്ന് പറയത്തില്ലെന്ന് നിനക്ക് തോന്നുന്നു? മറുനാടൻ മലയാളിയിൽ കൊടുത്ത ആ ഒരു ഇന്റർവ്യൂവിൽ സജിന പറയുന്ന മറ്റൊരു വലിയ ആരോപണമാണ് ദിയാസനയ്ക്കെതിരെയുള്ള മരുന്നടി. സജിനയുടെ വീട്ടിൽ വന്ന് ദിയാസന മരുന്നടിച്ചു എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതിനൊരു മറുപടിയുമായിട്ട് ദിയാസന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി കംപ്ലീറ്റ് ഈ കാര്യങ്ങൾ തള്ളിയിട്ടുണ്ട്. അതോടെ കേൾക്കും. ഇന്നലെ മറുനാടൻ മലയാളി ചാനലിനകത്ത് സജന നൂർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളൻ അവരും ഫിറോസും റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ടൊരു അലിഗേഷൻ വന്നു. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിൻ്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സ്കറിയക്കെതിരെ. സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിന് എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളൻ വീഡിയോയിലെ ഒരു പോയിന്റായ ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി എടുത്തു. അപ്പൊ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുറ്റി അതുപോലെ സജിന ഇവരെ രണ്ടുപേരെയും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ എന്തായാലും ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ മേ ബി ഞങ്ങളെയൊക്കെ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം മേ ബി ഞങ്ങളെയൊക്കെ നെഞ്ചത്തോട്ട് ഇങ്ങനെയുള്ള അലിഗേഷനൊക്കെ വെച്ചെന്നേക്കുന്നത്. ചുരുക്കം പറഞ്ഞ പൊട്ടാൻ ഇനിയും വെടിക്കുറ്റികൾ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. പൂക്കുറ്റിയുടെ പേര് ഇപ്പോഴാണ് അന്വർത്ഥമാകാൻ പോകുന്നത്. കുറ്റിയിൽ മരുന്ന് നിറച്ച് പൊട്ടിക്കുക, ഇതാണ് പരിപാടി. ഈ പൂക്കുറ്റി സജിനും തീർന്ന് ഇനി അടുത്ത കൊല്ലത്തെ ഈ തൃശ്ശൂർ പൂരത്തിന്റെയോ അല്ല നെന്മാറ വെടിക്കെട്ടിന്റെ ഒക്കെ കൊട്ടേഷൻ എടുത്തൂടെ? ഇതുവരെ പൊട്ടിച്ചോണ്ടിരിക്കുന്ന ആരുടെയും കയ്യില്ലാത്ത ഐറ്റംസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അമ്മാതിരി പൊട്ടലുകളാണല്ലോ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ഞാൻ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. ഡ്രഗ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം വരെ വിളിച്ചിട്ട് സമരം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ പോലും ഈ പറഞ്ഞ ഈ റീസെന്റ് നടന്ന തൂഫാൻ ഇഷ്യൂകളിലൊക്കെയും പ്രതികരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഞാനൊരു ഡ്രഗ് ഡീലറാണ്, ഡ്രഗ് കാരിയർ ആണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു അലിഗേഷൻ എന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പ്രൂഫ് അതിന് വെക്കണം. ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന് എടുത്തിട്ട് അലക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അങ്ങനെ അലക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരാം, എല്ലാം പറയാം. ഇനിയിപ്പോ എനിക്ക് എസ്പെഷ്യലി സജന നൂർ റസൂൽ പൂക്കുറ്റി വിഷയം സംസാരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഉറപ്പായിട്ടും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. അപ്പം ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ അപരാധം യൂണിവേഴ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. പുതിയ ആളുകൾ എൻട്രി ആവുകയാണ്. ഇനി വളരും, ഇനി പറന്ന് പന്തലിക്കുക യൂണിവേഴ്സ്. ഇനി ഇതുവരെ കേട്ട അപരാധമൊന്നും ആയിരിക്കത്തില്ല എനിക്ക് കേൾക്കാൻ പോകുന്നത്. അതിற்கு മേലെ ഈ കൊല്ലം നമുക്ക് ബിഗ് ബോസ് വേണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
സത്യം ബിഗ് ബോസിനെക്കാളും സൂപ്പർ അവരാതോന്നല്ലോ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനു ഇനി ബിഗ് ബോസ് ഇനി ഇപ്പൊ സമയത്ത് ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. കഴിഞ്ഞ വട്ടത്തിനേക്കാൾ റേറ്റിംഗ് താഴെയായിരിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെണ്ണുപിടിയും മരുന്നടി ഓഹാ, ഇത് എന്തൊക്കെയാണ്? തൊപ്പിയുടെ ഒരു സൈഡിൽ കൂടെ പോകുന്നു, സജിനയുടെ വേറൊരു സൈഡിൽ കൂടെ പോകുന്നു. ദിയാസനെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു യൂണിവേഴ്സിലോട്ട് എങ്ങനെങ്കിലും ഒന്ന് എൻട്രി ആവാൻ വേണ്ടിട്ട് കൊതിച്ചിരിക്കുവായിരുന്നു തോന്നുന്നു. അപ്പോഴാണ് സജിന നൈസായിട്ട് ദിയാസനെ പിടിച്ചിട്ടത്. ചേച്ചി ചാടി ഇത് വീടിനകത്തോട്ട്. ചേച്ചിക്കും പറയാനുള്ളത് പിന്നല്ലാതെ. ഇനി ഫിറോസ് പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കാം. ഇത് കഴിഞ്ഞിട്ട് സജിനെ പറ്റി വേറൊരു വ്യക്തി പറഞ്ഞ് കുറച്ച് വോയിസുകൾ വെക്കുന്നുണ്ട്. അതിനകത്താണ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്ത ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. തെറ്റ് ചെയ്യാത്തവർ അവർ രക്ഷപ്പെടും. അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും ഇങ്ങനെ മെഴുകാതെ ഞാൻ നിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിന് നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിക്ക്. കാരണം നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് അറിയാൻ വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകളെ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കിടത്തേണ്ടുള്ള ഇത്രയും സംഭവങ്ങളുണ്ടെന്ന് അറിയാം. എൻ്റെ വക്കീൽ തന്നെ എനിക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം. അതിന് എന്ത് രീതിയിലായാലും നിനക്കറിയാമല്ലോ ഞാനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇനി ആ ഒരു വിവാഹം പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് മാത്രമേ ഉള്ളൂ. അവനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നീ ദ്രോഹിക്കരുത്. അല്ല ഫിറോസിന് കുഞ്ഞിനെ പറ്റി ഇപ്പോഴാണോ ഓർമ്മ വന്നത്? ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രയും കടുത്തപ്പോഴാണോ കുഞ്ഞിനെ പറ്റി ഓർമ്മ വന്നത്? ഇത്രയും നാൾ കുഞ്ഞിനെ വേണ്ടായിരുന്നു. അവര് കുഞ്ഞിനെ തരുന്നില്ലെങ്കിൽ വീഡിയോയിലല്ല വന്ന് പറയേണ്ടത്, ലീഗലി മുന്നോട്ട് പോകണം. വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ട് എന്തെടുക്കാനാണ്? സെന്റിമെന്റ്സ് ഇറക്കാനോ? സജിന ഇന്നലത്തെ ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന്. അതിനുശേഷമാണ് ഫിറോസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നത്. ഇത് മുമ്പൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തൊക്കെയോ എവിടേക്കോ ഒരു നാടകീയത ഫിറോസിന്റെ സംസാരത്തിൽ തന്നെ ഉണ്ട്. സാധാരണ ഫിറോസ് ഈ രീതിയിലാണോ സംസാരിക്കുന്നത്? ഇത് കുറച്ച് ലോ പിച്ച് സൗണ്ട് ഭയങ്കരമായിട്ട് താഴ്ത്തി ഒരു പാവം സ്റ്റൈൽ ഇരുന്നിട്ടിരുന്ന് സംസാരിക്കും. ഫിറോസിന്റെ തനതായിട്ടുള്ള ശൈലി ഇതേ അല്ല. ഫിറോസിനെ നമ്മൾ എത്ര ആളായിട്ട് കാണുന്നതാ? ഫിറോസിന്റെ ശൈലി ഇതല്ല. ഫിറോസ് ഒരു എക്സ്ട്രാ പാവം വൈബിനകത്ത് ഇടുക. അതുകൊണ്ട് ചോദിച്ചാ കേട്ടോ. അപ്പൊ ഇതിന് ശേഷം ഫിറോസ് ഒരു വോയിസ് വെക്കുന്നുണ്ട്. കഴിഞ്ഞ സജിനയുടെ ഇന്റർവ്യൂവിൽ സജിന ഒരു റോഷ്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഇവരെ ദുബായിൽ കൊണ്ടുപോകുന്നു. സജിനയെ വെച്ച് പണം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. എന്നിട്ട് 1 രൂപ പോലും കൊടുത്തില്ല. സജിനയുടെ ഫോട്ടോ അടക്കം ഇത്ര രൂപയ്ക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു. എന്നിട്ട് ഏറ്റവും അവസാനം പൂക്കുറ്റിയും ലക്ഷ്മിയും വന്നിട്ടാണ് അവരെ രക്ഷിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീയുടെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് അവര് പറയുന്ന കുറച്ചധികം കാര്യങ്ങൾ. അവര് വെറുതെ അല്ല, അവരുടെ കയ്യിൽ തെളിവുണ്ടെന്നാണ് പറയുന്നത്. തെളിവ് മിക്കവാറും ഉടനെ പുറത്തു വരും. വരും ദിവസങ്ങളിൽ ആ തെളിവുകളെല്ലാം പുറത്തു വരും. ആക്ച്വലി നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഇവിടം തൊട്ടാണ് ഗൈസ്. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണുക. ഓക്കെ. പിന്നെ നീ നിൻ്റെ കൂട്ടുകാരികൾ ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു കൂട്ടുകാരി എനിക്ക് നിൻ്റെ ഗൾഫിലുള്ള ആ സുഹൃത്തിൻ്റെ ഒരു ഓഡിയോ ഒന്നെന്തായാലും കേട്ടു. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയുള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മലദ്വാർ ഗോൾഡ് കേട്ടിട്ടുണ്ട്. മൂക്കട്ടമ്മ MDMA ആദ്യമായിട്ടാ കേൾക്കുന്നത്. വന്നവരും പോകുന്നവരും എല്ലാം തൂക്കിയിട്ടാണല്ലോ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ സജിന ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേ. ഈ പൊടിയോ എന്താണ് എനിക്ക് അറിയാത്ത പോലും ഇല്ല എന്നായിരുന്നല്ലോ പറഞ്ഞത്. അതിന്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. വേറെ കുറെ അലിഗേഷൻസ്. അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട് അതല്ലാത്ത ആൾക്കാരുടെ പേര് ഞാൻ സജന ഇവള് പറയുന്നുണ്ട്. എന്നെ കുറെ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണേ, അവളെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പം പൂക്കുറ്റിയും ലക്ഷ്മി അവരുടെ സ്വന്തം പൈസക്ക് ദുബായി വന്ന് രക്ഷിച്ചെന്ന് പറഞ്ഞതൊക്കെ നുണയാ? എന്ത് കള്ളിയാടെ ഇവര്? അവരുടെ വീഡിയോ സൈസ് ഉണ്ടെന്നാ പറയുന്നത്. പൂക്കുറ്റി ദൈവം ദുബായി വന്ന് രക്ഷിച്ചു.
എത്ര വിദഗ്ധമായിട്ടാണ് കള്ളത്തരം പറയുന്നത്. ജന്മന കിട്ടിയ കഴിവാണെന്ന് തോന്നുന്നു. വല്ലാത്ത കഴിവ് തന്നെ കേട്ടാ. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എന്റെ റസൂൽ എന്താണ്, റസൂൽ പൂക്കുട്ടിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും എന്താണ് അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ അപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് ഒരു നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. അമ്പട്ട പൂക്കുറ്റി. അപ്പം പേര് പോലെ തന്നെ പൂക്കുറ്റി. എവിടെ ഗ്യാപ്പ് കയറ്റിയാലും അവിടെ കുറ്റിയടിക്ക് നിൽക്കുന്ന ടീമാണെന്ന് തോന്നുന്നു കേട്ടോ. പൂക്കുറ്റിയുടെ ഒരു കാര്യങ്ങള് എന്താണ് യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചത്. അയച്ചപ്പോ അപ്പൊ ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയണത് റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കണ്ട, അപ്പൊ അവളോട് ആടി എനിക്ക് അയക്കണ്ട, അപ്പൊ നിനക്ക് എന്ത് മെസ്സേജ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയത്. സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയാ ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. ഈ നിമിഷത്തിൽ എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വീഴാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോയി. അങ്ങനെ മഴ കാത്തു നിന്ന് വേഴാമ്പലായിരുന്നു ഗൈസ് സജിന. പൂക്കുറ്റി വന്ന് അവളെ നോക്കി പാടുകയാണ് വീണ്ടും ഒരു പാട്ട്. പൂക്കുറ്റി ഒരു ആളാണല്ലോ. ഓ സജിനെ വാ, അഴകുള്ള സജിനെ വാ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ. അപ്പൊ സജിന ഇക്കായെ നോക്കി പാടുകയാണ്. മാനല്ല ഞാൻ, ഇളമാനല്ല ഞാൻ, ഇളം തൂവൽ കൊണ്ട് കൂടു തീർക്കും അല്ലിത്തേൻ കിളി. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് ഗൈസ്, ഒന്നിക്കുകയാണ്. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. റസൂൽ പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്. സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്, അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ചേച്ചിയുടെ പ്രൂഫ് എല്ലാം ഉണ്ടെന്നാ പറയുന്നത്. എടുത്ത് പുറത്തുകൂടി ചേച്ചി പ്രൂഫ് എല്ലാം, പിന്നല്ലാതെ. അപ്പൊ സജിന എടുത്ത് എല്ലാ കാര്യങ്ങളും പറയുമ്പോ സജിന പറയുന്നത് എന്റെ പൂക്കുറ്റിയൊക്കെ അങ്ങനൊന്നും അല്ല, ഇത് ശുദ്ധ പ്രണയമാണ്, ശുദ്ധ പ്രണയം. അല്ല പൂക്കുറ്റി, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഥ ഒരു സിനിമ ആക്കിക്കൂടെ? സിനിമയുടെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം, കുറ്റിയിൽ വിരിഞ്ഞ പൂവ്. സൂപ്പർ പേര്, കിടിലായിരിക്കും, പൊള്ളി. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ. അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. എന്താണ് കാന്തന്റെ വിശേഷം. അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളെല്ലാരും ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെ പ്രശ്നം, ഇത് തന്നെ ഇക്കാമാറിന്റെ ഒരു വീക്ക്നെസ് ആണ്. അങ്ങനെ അവർ പ്രണയിക്കുകയാണ്. പൂക്കുറ്റിയിൽ പ്രണയം പൂക്കുകയാണ് ഗൈസ്. ഇവരുടെ പ്രണയത്തിന് വേണ്ടി ഞാൻ രചിച്ച ഒരു സോങ് ഞാൻ ഇവിടെ പാടാം ഗൈസ്. ഇത് പൂക്കുറ്റി ആയതുകൊണ്ട് പൂക്കുറ്റിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സോങ്സ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇത് പൂക്കുറ്റിക്ക് വേണ്ടി പ്രത്യേകം രചിച്ച സോങ് ആണ്. ഒരു കുറ്റി മാത്രം ഞാൻ നിനക്കായി വെക്കാം, ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ പൊട്ടിക്കുവാൻ. എങ്ങനെയുണ്ട്? അപ്പോ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോള് സംസാരിച്ച് ശരി ആ കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ് ആ ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും, റസൂൽ പൂക്കുട്ടിയുടെ അടുത്ത് സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. സജിന വിളിക്കും. സജിന ഭയങ്കര പൊഗസീവാണ് ഗൈസ്, പൊഗസീവാണ്. സജിനയ്ക്ക് അതൊന്നും പ്രശ്നമില്ല. പൂക്കുറ്റി എന്റെ മാത്രം കുറ്റിയാണെന്നാണ് പറയുന്നത്. ആ കുറ്റി ഞാൻ വേറെ ആർക്കും കൊടുക്കൂല. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ
തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാ സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവള് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവള് ചെയ്ത കാര്യമാണിത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. ഒന്ന് പോയേച്ചി, നമ്മുടെ സജിനെ പറ്റി അങ്ങനെ ഒന്നും പറയാതെ. ഇത്രയും പരിശുദ്ധമായ ഒരു കൊച്ചിനെ ഞാൻ ഇതിന്റെ അടുത്തൊന്നും കാലത്ത് കണ്ടിട്ടില്ല. ഉള്ള കാര്യമാ. അരിപ്പൊടി എന്താണെന്ന് ചോദിച്ചാൽ പോലും അറിയത്തില്ല. അന്നേരമാണ് മറ്റേ പൊടിയുടെ കാര്യം ചോദിച്ചു പറയുന്നത്. മോശം കേട്ടോ. പൂക്കുറ്റിയുടെ പെണ്ണാ സജിന, അങ്ങനെയൊന്നും ചെയ്യൂല. അല്ല പിന്നെ എന്തോ അങ്ങ് പറഞ്ഞേക്കാന്നാണോ? ഈ പറഞ്ഞ സാധനം സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ചെയ്ത് ആരുടെ നെയിൽ പോളിഷാണ് അത്, ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണുണ്ടോ സച്ചിന നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയണത്. ഇതൊരു സിനിമയിലുണ്ടല്ലോ, ടൊവിനോ, തരംഗത്തിനകത്ത് സിനിമയുടെ ക്ലൈമാക്സ് ഇതല്ലേ? ആ നായികക്ക് ശാന്തി എന്ന് പറഞ്ഞ ശാന്തി ബാലകൃഷ്ണൻ കണ്ട നായികയായിട്ട് അഭിനയിച്ച് അവർക്ക് ഈ അസുഖമുള്ളതാണ്. ഇതൊരു അസുഖമാണ്. ക്ലെപ്റ്റോമാനിയ എന്നാണ് അസുഖത്തിന്റെ പേര്. ക്ലെപ്റ്റോമാനിയ, മോഷ്ടിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം, സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, എന്ത് കണ്ടാലും അടിച്ചു പോകറ്റിട്ടുള്ളൂ. ഇതൊരു തരം മാനസിക രോഗമാണ് ഗൈസ്. പാവം സജിന. സോറി, ഇങ്ങനൊരു രോഗം സജിനയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല കേട്ടോ. അതൊരു വലിയൊരു ഷോക്കായി പോയി. പാവം. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാല് ഇവള് പറയുന്നുണ്ട് രേണുസുതിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുതിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിലൊന്ന് വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതെല്ലാം പച്ചയായ സത്യങ്ങളാണ് ആ പറഞ്ഞതെല്ലാം. അതിൽ ഒരു തെറ്റ് പോലും അതിൻ്റെ അകത്ത് ഒന്നും അങ്ങേര് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എല്ലാം വിത്ത് പ്രൂഫ് അതൊക്കെ അതിനവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്റെ കയ്യിലുള്ള പ്രൂഫൊക്കെ കൊടുത്തിട്ട് സച്ചിൻ ഈ ഇവര് ജില്ല വിട്ട് ഓടിപ്പോണ്ട സമയം കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഒരു രോഗം കൂടി, പ്രേമരോഗം. എത്ര രോഗമായി? ക്ലെപ്റ്റോമാനിയ, പ്രേമരോഗം. ജില്ല വിട്ട് ഓടുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോവോ? എന്തിനാ വെറുതെ കൊല്ലക്കാരെ പറയിപ്പിക്കാതിരിക്കുന്നത്? ആവശ്യത്തിലധികം ചീത്തപ്പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞില്ല കൊല്ലം ജില്ലയാണെന്ന്. എന്താണെങ്കിൽ ഈ ഭാഗത്തല്ല, ഇച്ചിരി അങ്ങോട്ട് ആ ഭാഗത്ത് വേറെ ഒരു ചെറുക്കനെ കണ്ടിട്ട് അതിന് ഇഷ്ടം തോന്നിയത് വേറൊരു പെണ്ണിനോട്. ഇവൾക്ക് അവനോട് സ്നേഹം. എന്നിട്ട് അവരോട്ട് തല്ലുപിടിക്കുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ മാറിയത് ആദ്യമൊക്കെ ഞങ്ങൾക്കൊക്കെ ചിരി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സഹിക്കാൻ പറ്റാണ്ടായി. ഇതൊക്കെ ഒന്ന് ഈ പറഞ്ഞ റസൽ പൂക്കുട്ടി ഇതൊന്നും അറിയുന്നില്ലേ? റസൽ പൂക്കുട്ടി വിളിക്കുമ്പോൾ എന്റെ പൊന്നിക്ക, എന്റെ ജീവിതത്തിൽ എന്റെ ഇക്ക അല്ലാണ്ട് എനിക്ക് ആരും ഇല്ല, എനിക്ക് ഇക്ക മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. ഇക്ക വിളിയാണ് മെയിൻ. എന്റെ പൊന്നിക്ക വിളിക്കാത്ത വീഴും ഇക്കൊക്കെ. ഇക്ക പൊന്നിക്ക തേടി വരുന്നു ഞാൻ, ഇക്ക പോകും വഴിയെല്ലാം ചാടി വരും സജിന. പൂക്കുറ്റിക്ക് വേണ്ടി പാടുമ്പോൾ നമ്മൾ സജനയ്ക്ക് വേണ്ടി പാടാതിരിക്കുന്നത് ശരിയല്ലോ. ഇരിക്കട്ടിരണം ഫോൺ വെച്ചിട്ട് അവള് പിന്നെ ഇപ്പുറത്ത് അവൾക്ക് കള്ളുകൂടിയും പരിപാടിയാണ്. സജന പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കഴമ്പില്ല. അവൾക്ക് ഒരാളോട് ദേഷ്യം വന്നാല് അവരെ തറപറ്റിച്ച് സംസാരിക്കും. തറപറ്റിച്ച് അവര് വൃത്തികെട്ടവളെന്നുള്ള രീതിയിൽ അവള് സംസാരിക്കും. ഏത് ലെവലിൽ വേണമെങ്കിലും അവള് സംസാരിക്കും. എന്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട് എടുത്തി കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാനും വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പൈസ വേണം എടാ പൈസ താടാ എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ജീവിക്കാൻ പഠിച്ച കുട്ടിയാ. കട്ടിട്ടാണെങ്കിലും ഇറന്നിട്ടാണെങ്കിലും ജീവിച്ചോളൂ. എന്ത് നല്ല ക്യാരക്ടർ. ഇതിനെ പറ്റിയാണ് തോന്നല് വന്നിട്ട് പറഞ്ഞത്. എന്നെ വളർത്തിയത് വേറെ രീതിയിലാണെന്ന്. വട്ടേ വളർത്തൽ. ഞാനൊക്കെ 10-12 വർഷം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരാളുടെ പേരെടുത്തിടുക, അത് മറ്റുള്ളവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഏതോ നല്ല ആൾക്കാർ കയറ്റി വിട്ടുന്ന് ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് അവള് പറയട്ടെ. അപ്പൊ അറിയാം ഫിറോസിന്റെ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരുടെ പേരാണോ സജനക്ക് പറയാനുള്ള പേരെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലാണ്ട് സജനക്ക് അവിടെ ആരുണ്ട്? ഞാൻ തരാം പ്രൂഫ്.
സജനെ എയർപോർട്ടിൽ കയറ്റി വിട്ടാലാണ് പൊളിച്ചടുക്കി തരാം ഞാൻ സജനയുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ സെലിബ്രിറ്റി അല്ല. എന്നെ ഇപ്പൊ സജന വന്നത് അവള് വൃത്തിയെത്തവളാണ്, അവൾ അവരുടെ കൂടെ ഇവരുടെ കൂടെ ഇങ്ങനെ പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളതും സജന എന്താണെന്നുള്ളതും. അപ്പം ഞാനിപ്പം ഞാൻ കയറ്റിവിട്ട എന്റെ സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവള് അവിടെ അപ്പൊ അതിനു മുമ്പ് ഇവള് നാട്ടിൽ നിന്ന് ഇടക്കിടക്ക് നാട്ടിൽ വിളിച്ചിട്ട് നമ്മുടെ ഇവരൊക്കെ വിളിച്ചിട്ട് എന്താണ് ആ ചെക്കൻ്റെ ഇപ്പൊ ഇന്നാളെ ഒരു അലിഗേഷനൊക്കെ വന്നല്ലോ, അവന്റെ പേര് ഞാൻ പറഞ്ഞു. ആ പുള്ളീനെ വിളിച്ചിട്ട് എടാ എനിക്കൊരു ഇത് സെറ്റ് ചെയ്ത് തരണോടാ ഫിറോസ്. അവള് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഫിറോസ് നീ നിന്റെ മറ്റേ എക്സ് ഗേൾഫ്രണ്ടിന്റെ അവളുടെ കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പൊ എനിക്ക് വന്നിരുന്ന് പറയണം, എന്തെങ്കിലും പറയണം, നീ എനിക്കൊരു ഇത് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് നാട്ടിൽ അവൾക്കൊരു ഇന്റർവ്യൂ സെറ്റ് ആയത്. ആ വിളിച്ചു പറയുന്ന സമയത്തൊക്കെ ഞാനുണ്ട് അവിടെ. ഷിയാസ്, അത് തന്നെ ഷിയാസ് കരീമിന്റെ എക്സിന്റെ കൂടെ ഫിറോസ് വീഡിയോ ഇട്ടാ. അത് ഏത് വീഡിയോ? ചെക്കനാണ്. അവനെ വിളിച്ചിട്ട് അപ്പൊ അവനും വിളിക്കും, സജന കണ്ടില്ലേ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നു സജന, എന്താണ് അവളുടെ കൂടെയാണ് എന്താണ് ഫിറോസ് വീഡിയോ ഇട്ടേക്കണം. അവർ ഇവരൊക്കെ മൂപ്പിച്ചു കൊടുക്കുമ്പോ ഇവള് ഇവിടെ ഇരുന്നുണ്ട്, എടാ നീ എനിക്കൊരു ഇന്റർവ്യൂ ശരിയാക്കി തടാ, ഞാൻ വന്നിരുന്ന് സംസാരിക്കട്ടെടാ, ഫിറോസിനെ എനിക്ക് പറയണോടാ. കാരണം ഇവള് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഉൾട്ടയായി. ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ സമയത്ത് സജനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. എന്നോട് വെച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞാൻ കാണാത്തത് പറയില്ല, അതുകൊണ്ട് ഫിറോസ്ക്ക് എനിക്ക് അവളുടെ കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, ശരി മോളെ എന്നും പറഞ്ഞിട്ടാ വെച്ചത് ഫോൺ. ഓക്കെ, നിനക്ക് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ എന്നെയൊക്കെ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫിറോസിന്റെ കാര്യമായി, ഈ ഫിറോസിന് ഇങ്ങനെ നടന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ അവിഹിതം ഇവരുടെ പൊക്കി പുള്ളിക്ക് ഇതൊരു ഹരം കയറിയെന്ന് തോന്നുന്നു ഇപ്പൊ. അതുകൊണ്ടാണല്ലോ ഇവര് ഓരോന്നിനെ ഇങ്ങനെ പൊക്കിയിട്ടും പിന്നെയും ജീവിതത്തിലോട്ട് ക്ഷണിച്ച് ഇത്രയും നാൾ ഇങ്ങനെ പോയത്. ഇയാൾക്ക് ഇതൊരു ഹരമായി മാറിയെന്ന് തോന്നുന്നു. ഇയാൾക്ക് പണിക്ക് പോകണ്ട, സിനിമയിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ വേറെ പ്രോഗ്രാമിന് പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ട്രൈ ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട, അവിഹിതം പൊക്കി നടന്നാൽ മതി. പുള്ളിയുടെ പരിപാടി തന്നെ അവിഹിതം പൊക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതം, അവിഞ്ഞ ജീവിതം. ഗെറ്റ് എ ലൈഫ് മാൻ. ഇങ്ങനെ ഇവരുടെ പുറകെ നടക്കാതെ. ഞാൻ എന്റെ മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ആ ഡയലോഗ് എന്റെ വീട്ടിൽ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ഛർദ്ദിച്ച് കളഞ്ഞ സാധനം പിന്നെയും എടുത്ത് വാരി തിന്നാതിരിക്കുക. ഫിറോസ് ഇപ്പൊ 10-15 വട്ടമൊക്കെ അടുത്ത് തിന്നാ തോന്നുന്നേ, ഇനിയെങ്കിലും അത് കള. അവരൊക്കെ തന്നെയാണ് പിന്നെയും സജനയുടെ മേത്ത് കൈയിട്ട് നടക്കുകയും ചെയ്യണത്. ഈ പറഞ്ഞ ലക്ഷ്മി ജയനെ കുറിച്ച് സജന പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും ഫോളോവേഴ്സ് സജനക്കില്ല. അന്ന് ഇവൾ ഫ്രോഡാണ്, കുടുംബം കലക്കി എന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അവളുടെ ആ ഫോട്ടോയുടെ നടുക്ക് ഒരു ഇങ്ങനെ എഴുതിയിട്ട് അവൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ റസൂൽ പൂക്കുട്ടി ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഇരിക്കണ ഇയാള് എന്നെ വിളിക്കല്ലേ സജന എന്ന് പറഞ്ഞ് പോയ ആൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യും, ലക്ഷ്മി വിളിച്ചത് കരച്ചിലാണ്, വീഡിയോ നീ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇയാള്. ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? ഇതൊക്കെ ഏത് യൂണിവേഴ്സ് നമ്മൾ അറിഞ്ഞില്ലല്ല. സത്യം പറഞ്ഞ ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസവും ഇല്ല. എപ്പോഴാണ് പുറയുന്ന് കട്ടപ്പാക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാവരും. എന്ത് ടൈപ്പ് ജന്മങ്ങളാണോ എന്തോ. ഒന്ന് നോക്കിയേ, അങ്ങോട്ടും ഇങ്ങോട്ടും പാരപടുത്ത് രസിക്കുക, ഒരു ലോഡ് കട്ടപ്പാകള്. ഇന്ന് ലക്ഷ്മിയെ പറ്റി നല്ലതൊക്കെയാ പറയുന്നത്, നാളെ വേറെ ഇന്റർവ്യൂ അവള് പറഞ്ഞു കളയും. അജിനെ വലിയ ആള്. ഇയാള് എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞു ബോംബെ പോയപ്പം. അപ്പം ഞങ്ങള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനുണ്ട്, വേറൊരു കുട്ടിയുണ്ട്. അപ്പം അവള് നല്ലൊരു മര്യാദക്കാരി കൊച്ചാണ്. അപ്പം ഇവരൊക്കെ ഒറ്റ ഗ്യാങ് ആണെങ്കിൽ പോലും ഇവളുടെ ക്യാരക്ടർ ആരും എന്താ പറയാ ഇങ്ങനെ അനുകരിക്കുന്ന ആൾക്കാരല്ല. ഇവളുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരൊക്കെ പൊട്ടകളും അല്ല അത്. അപ്പം ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബോംബെ പോകുന്നു. ഇവൾക്ക് ബോംബെ എന്ന് കേട്ട പിളക്കം, എനിക്കിപ്പോൾ പോകണം, ഞാനും വന്നിട്ട് എന്നെയും കൊണ്ട് എനിക്ക് റസൂൽഖനെ കാണണം. ഇവള് ബഹളം വെച്ചിട്ട് എനിക്കിപ്പൊ കാണണം. മറ്റേ പാട്ട് മഴകത്ത് കഴിയുന്ന മേഴമ്പലാണല്ലോ നമ്മുടെ സജിന. പൂക്കുറ്റി സത്യത്തിൽ ഒരു ഗന്ധർവനാണ് കേട്ടോ. പൂക്കുറ്റിയെ കാണാൻ വേണ്ടി ബോംബെ വരെ ചെല്ലും. സജിന പൂക്കുറ്റി ഓർക്കും, പൂക്കുറ്റി ഇല്ല റാ പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ പൂക്കുറ്റി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതായിരിക്കും സജിനയുടെ മുമ്പിലുള്ള പൂക്കുറ്റിയുടെ രൂപം. വളരെ കില്ലാടിയാണ്. അപ്പൊ അപ്പളെ ആ കൊച്ചിനോട് പറഞ്ഞു, ചേച്ചി ഈ സജന ഉണ്ടെന്നാണെങ്കിൽ ഞാൻ വരൂലട്ടെ, എന്നെ ഒഴിവാക്ക്. സജന ഉണ്ടെങ്കിൽ ഞാൻ മോനെ അവളുടെ കാശ് എടുത്തിട്ട് വരണേന് നമുക്കെന്താ, അവള് വന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് റസൂൽ പറയണത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയല്ലേ, സജനയുടെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ, സജനയുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങള്. എന്ത് പ്രശ്നം, അവൾക്ക് ആണുങ്ങളുടെ കേസ് മാത്രമുള്ള പ്രശ്നം. അപ്പോൾ നിങ്ങളൊന്ന് ഇവളൊന്ന് ഇതിലൊന്ന് ചേർക്കാമോ എന്ന് വെച്ചപ്പം മറ്റേ കൊച്ചിന്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞ് ഓക്കെ കുഴപ്പമില്ല ശരി എന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് ഇയാളുടെ സ്റ്റുഡിയോ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാള് ഇല്ലാത്ത സമയത്ത് ആ സ്റ്റുഡിയോയിൽ അയാളുടെ കസേര കയറി ഇരിക്കുക, കറങ്ങുക. ആ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം സജനന. എന്നിട്ട് ബിസിനസ്സിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ മൂന്നരും ഈ രാവിലെ എഴുന്നേറ്റിട്ട് സൂറത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്യും. ഇത് തപ്പിയൊക്കെ വൈകുന്നേരം ഇവര്
ഇവര് രണ്ടൊരു റൂമിലാ. ഇവര് ഭയങ്കര എൻജോയ്മെന്റാ. ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ ദുബായിൽ വന്ന സജന എന്താണ് എപ്പൊ നോക്കിയാലും എന്റെ ഇക്ക വിളിച്ചില്ല, എന്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല, എന്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഇവൾക്ക് ഈ ബിസിനസിന്റെ കാര്യത്തിലൊന്നും അല്ല ശ്രദ്ധ. അതിൻ്റെ ഇടയിൽ ഇയാൾ എന്നെ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സജന തലവേദനയാണ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, എനിക്ക് പുള്ളിക്കാരത്തിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇവള് വല്ലാത്തൊരു ക്യാരക്ടറാണ്, ടോക്സിക് ക്യാരക്ടറാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിഹിതമാണെങ്കിലും അതിനകത്തിടുന്ന എഫേർട്ടും ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. ഭയങ്കര കമ്മിറ്റ്മെന്റാ. ഊണിലും ഉറക്കത്തിലും പൂക്കുറ്റി എന്നൊരു ചിന്ത മാത്രം. പൂക്കുറ്റിയൊക്കെ കാണാതെ പുറകില്ല. എത്ര പരിശുദ്ധമായ അവിഹിതം. ഞാൻ ഇന്നലെ എന്റെ വീഡിയോയുടെ ടൈറ്റിൽ എഴുതി, എത്ര കറക്റ്റാണ്, ഡിവൈൻ അവിഹിതം. വാട്ട് എ കമ്മിറ്റ്മെന്റ്. ഈ സജൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ കയറി വന്നു. ഷാലു എന്ന് പറഞ്ഞ പെങ്കൊച്ചുമായിട്ട് കൂട്ടുകൂടി. നമ്മുടെ ഇന്റർവ്യൂ എടുത്ത പെങ്കൊച്ചി, മറുനാടന്റെ അല്ല, അതിന് തൊട്ട് മുമ്പുള്ള ഇന്റർവ്യൂ, വെളുപ്പിക്കാൻ വേണ്ടി ഇന്റർവ്യൂ എടുത്തില്ലേ ആ പെങ്കൊച്ചി, ഇവരുടെ ഇവരുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത ഷാലു ആണെന്ന് പറഞ്ഞിട്ടുള്ള, അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം. കൂടിയപ്പോഴത്തേനും ഒരു ദിവസം ഈ ഷാലുവിന്റെ വീട്ടിലാണ് പിന്നെ സജന നിൽക്കണമെന്ന് തോന്നുന്നത്. കാരണം ഇവളുടെ മാനേജർ എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്ന് വെച്ചത്. ഇവള് ഈ നാട്ടിൽ നിന്ന് ഒരു ക്രിസ്മസിന്റെ സമയത്ത് ഈ 2 മക്കളെയുമായിട്ട് അവള് ഷാലുവിന്റെ വീട്ടിൽ ചെന്നപ്പോ എന്നിട്ട് എന്നെ വിളിച്ച് കരഞ്ഞോണ്ടാ വിളിക്കണേ, എടാ എനിക്കൊരു പ്രശ്നമുണ്ടടാ. ഞാൻ ചിന്ത പറ്റി, എടാ ഷാലുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടികളെ എൻ്റെ മക്കള് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ നിന്നാൽ മതി, പിള്ളേരെ മാറ്റി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷാലു ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. നീ എൻ്റെ പൊതുശല്യം വീട്ടിലോട്ട് ചെല്ലുന്നു. ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവള് വീട്ടിൽ വന്നു, 2-3 ദിവസം നിന്നു, പോന്നു. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് നന്ദിയില്ലാത്ത വർത്താനം. എനിക്ക് ആ ഒരു ഇതിലൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ പണ്ടേ ഞാൻ ഈ വീഡിയോ കിട്ടാനായിരുന്നു കൂടെ നിന്ന് ചതിക്കാൻ ഇതുപോലത്തെ ഒരു കൂട്ടുകാരത്തി പറയില്ല. ഭരതനാട്യത്തിനകത്ത് കൊണ്ട് സജനയുടെ പേര് ഒരു അമ്പലം തുടങ്ങിയിട്ട് സജന അതിനകത്ത് പ്രതിഷ്ഠയാക്കണം. ചതയം കുളങ്ങര ദേവീക്ഷേത്രം ഒന്ന് പേരും കൊടുക്കണം. സൂപ്പർ ആയിരിക്കും. ചതിയൊക്കെ എനിക്കൊരു ഹോബിയാണെന്ന്. കൂടെ നിന്ന് ചതിക്കാൻ. നമ്മളോട് സംസാരിക്കുമ്പോൾ ഇപ്പുറത്തെ എന്താണ് കോളിൽ ഇട്ടിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുത്തിട്ട്, എടി സോറി എടി അറിയാണ്ട് പറ്റിപ്പോയതടി, അത് എന്റെ കൈ തട്ടി കോള് പോയതാണ്, അങ്ങനെ വരെ പറയാനായിട്ട് ഒരു ഉൾപ്പില്ലാത്തവളാണ് സജന. അതൊക്കെ എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് എല്ലാം തമ്മി തല്ലിപ്പിക്കാൻ നോക്കുക. സത്യത്തിൽ ഈ സജന ഒറ്റയ്ക്ക് ബിഗ് ബോസ് വന്നിരുന്നെങ്കിൽ കപ്പം കൊണ്ടുപോയേനെ. ബിഗ് ബോസിന്റെ വിന്നർ ആവാനുള്ള എല്ലാ ക്വാളിറ്റിയും സജനയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ ഒക്കെ അപ്പുറം വന്നേനെ സജന ഒറ്റയ്ക്ക് ബിഗ് ബോസ് വന്നിരുന്നെങ്കിൽ. സീസൺ തൂക്കേണ്ട മുതലാണ് ഈ ഫിറോസ് കൂടെ വന്ന് അലമ്പാക്കിയിട്ട് പോയത്. ബിഗ് ബോസ് ടീം കാണുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി സജനെ ബിഗ് ബോസിലോട്ട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുഴപ്പമില്ല, ഒരിക്കൽ കൂടെ കൊണ്ടുവരൂ, സൂപ്പർ ആയിരിക്കും. അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്റെ ലൈഫിലൊക്കെ ഈ സാധനങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. സത്യം പറഞ്ഞിട്ടെ, ഈ നെഗറ്റിവിറ്റി ഇതെല്ലാം ചെയ്തു വെച്ച് പവിത്രയായ സജന വേറെ ഏതെങ്കിലും പെൺകൊച്ചുങ്ങളെ പറയാം അവൾക്ക് അവിഹിതമാണ്, അവൾ ആ ആണിന്റെ കൂടെ, അവൾ ഈ ആണിന്റെ കൂടെ. ഭയങ്കര പരിശുദ്ധ അവളാ മറ്റാണിന്റെ കൂടെ. എന്തിനങ്ങനെ പറയണ? ഇവൾ ആരുടെ കൂടെയാണ് അവൾ ആദ്യം ചിന്തിക്കണ്ടേ? എന്നിട്ട് റസൂൽ പൂക്കുട്ടിയിൽ ഒതുങ്ങിയോ? അവള് അവയാളിലും ഒതുങ്ങാൻ പോണില്ല. MDMA വലിച്ചു കയറ്റണ സജനയില്ലേ, ഞാൻ എന്റെ പൊന്നെ, ഞാൻ ഇട്ട് കണ്ടുണ്ട്. ഞാനതെല്ലാം ആവശ്യം വന്നാലും എല്ലാം എടുത്ത് ഞാൻ ഇടും. വലിച്ചു കയറ്റണതും കിറിങ്ങി നടക്കണതും പാട്ട് പാടണതും ബോധമില്ലാണ്ട് കറങ്ങണതും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടല്ല. എത്രയും പെട്ടെന്ന് അതെടുത്ത് പുറത്തുവിടേണ്ടതാണ്. ഇത്രയൊക്കെ തോന്നിയതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ വന്നിട്ട് കള്ളത്തരം പറയാനുള്ള ഒരു തൊലിക്കട്ടി. സജനയൊന്നും ആർക്കും വെടിവെച്ച് പോലും കൊല്ലാൻ പറ്റൂല. കാര്യം തൊലിക്കൊക്കെ ഇത്രയും കട്ടി കാണും. ബുള്ളറ്റൊക്കെ വന്ന് ഇങ്ങനെ കൊണ്ടിട്ട് ചളങ്ങി താഴെ വീഴും. സജനയുടെ ദേഹത്താണ് വന്ന് കൊണ്ടുകഴിഞ്ഞാൽ ബുള്ളറ്റ് നാണം കെട്ട് തിരിച്ചു പോകും. ആ രീതിയാ. പക്ഷേ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ, അതായത് ഇപ്പം അവൾക്ക് ജയിക്കാൻ വേണ്ടി ഇവള് തന്നെ ഇവളുടെ വീഡിയോയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് റസൂൽ പൂക്കുട്ടിനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇടും. എന്നിട്ട് അവള് തന്നെ ഡിലീറ്റ് ചെയ്യും. അത് എതിർക്കുന്ന ഇപ്പുറത്തേക്കുന്ന ഇങ്ങനെ പൊട്ടനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോ? ആർക്കാണെങ്കിലും ഒരു ദിവസം പ്രതികരിക്കാൻ തോന്നൂലേ? അത് തന്നെയാണ് ഇപ്പോഴും തോന്നിയത്. എനിക്കിതൊക്കെ പറയാണ്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന നമ്മളൊന്ന് ആലോചിക്കും, ഒരാളുടെ വൃത്തികെട്ട ക്യാരക്ടർ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ, അവളിരുന്ന് മെഴുകണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അറിയാണ്ട് പറഞ്ഞു പോണതാ. എനിക്കിത് പറയാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എത്ര ബന്ധങ്ങള് ആ അബുദാബിയിലൊക്കെ ആദ്യമായിട്ട് സജന വന്നു കഴിഞ്ഞിട്ട് എന്താ പറയാ, അവരൊക്കെ എറിഞ്ഞിട്ടിട്ടാ പോയത്. രക്ഷപ്പെട്ട് ഓടുക സജനയുടെ അടുത്തുനിന്ന് ഈ ആണുങ്ങൾ. പിന്നെ ബ്ലോക്ക് ചെയ്ത് പോകും ഇവര്. പിന്നെ കൂടുതൽ ഉപദേശി റസൂൽ പൂക്കുട്ടി തന്നെ കേട്ടോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ലോക്കാക്കാം. അയാൾക്ക് കാശുണ്ടെന്നുള്ള അഹങ്കാരം, പിന്നെ പാർട്ടി അയാളുടെ കയ്യിലാണെന്നുള്ള അഹങ്കാരം, അയാൾക്ക് വലിയ വലിയ ആൾക്കാരോട്ടുള്ള ഇതുണ്ടാകും. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സജന നിൽക്കുന്നത്. അയാൾക്ക് ഞാൻ ഇത്രേ പറയുള്ളൂ, റസൂൽ പൂക്കുട്ടിക്ക് ഇത് തന്നെ വേണം. അയാളുടെ വൃത്തികെട്ട ക്യാരക്ടറിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചെന്ന് കയറിയ ഒരു അലമ്പ് ക്യാരക്ടറാണ് സജന. പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, പൊട്ടനെ ചട്ടി ചതിച്ചാൽ ചട്ടിയെ ജട്ടി ചതിക്കുന്നു, അങ്ങനെ എന്താ
ആ പരിപാടിയാ. പൂക്കുറ്റിക്ക് ഇതിനേക്കാളും വലിയൊരു കുറ്റി കിട്ടാനില്ല, ഇതിനേക്കാളും വലിയൊരു പണി കിട്ടാനില്ല. പൂക്കുറ്റി എടുത്ത് ഞങ്ങൾക്ക് മലയാളികൾക്കൊരു അപേക്ഷയുണ്ട്. താങ്കളുടെ കയ്യിലിരിക്കുന്ന ഒരു ഓസ്കാർ അവാർഡ് സജിനയ്ക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അപേക്ഷ. റിയൽ ലൈഫിൽ ഇത്രയും ആക്ടിങ് കാഴ്ചവെക്കുന്ന ഒരു ആക്ടറിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം പൂക്കുറ്റിയേക്കാളും ആ ഒരു അവാർഡ്, അത്രയും വലിയൊരു അവാർഡ് യോഗ്യയാണ് സജിന. തെറ്റിപ്പോയി. സജന 100 സജന കോടി എന്ന് തന്നെ പറയണം. 100 അവൾ ഒതുങ്ങൂല, അവൾ കോടിയിലേ ഒതുങ്ങുള്ളൂ. ദുബായിൽ വന്നിട്ട് ഗ്ലൂട്ടാത്തയോൺ എടുക്കാൻ പറ്റാണ്ട് എന്റെ ദൈവമേ ഒരു സമാധാനവും തന്നിട്ടില്ല. അന്നും ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ഏതോ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് എടാ എനിക്ക് ഗ്ലൂട്ടാത്തയോൺ എടുക്കണോടെ കുറച്ച് പൈസ കൊടുക്കുവാണെന്ന് പറഞ്ഞിട്ട്, അതായത് ഇവളെ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ടാണ് ഇവള് കടം വാങ്ങിക്കുന്നത്. അയ്യോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര വേസ്റ്റ് ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പലരും എന്തും ചെയ്തോട്ടെ, ഇത് ചതിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ കൂട്ടുകൂടുന്ന ഒരു വ്യക്തി. എന്നിട്ട് വന്ന് മക്കൾക്ക് ചെലവിനെടുക്കാൻ പോലും പൈസ ഉള്ളത് എന്തൊക്കെയാണ് ഈ പറയുന്നത്. ഈ പൂക്കുറ്റിയുടെ പൈസ ഉണ്ട്, അതുകൊണ്ടാണ് പൂക്കുറ്റി പച്ചക്കറി, മീന്, മക്കളുടെ ഫീസും എല്ലാം വടയും എല്ലാം കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് പുള്ളിയെ പിടിച്ചേക്കണത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണുന്നുണ്ടെങ്കിൽ ഈ വട്ടത്തെ കേരള ഫിലിം സ്റ്റേറ്റ് അവാർഡിൽ സജിനയുടെ പേരും കൂടി ഒന്ന് നിങ്ങൾ പരിഗണിക്കണം. കാര്യം ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ച, റിയൽ ലൈഫിലൊക്കെ കാഴ്ചവെച്ച ഒരു ആക്ടർ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കുറഞ്ഞത് ഏറ്റവും മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡെങ്കിലും പുള്ളിക്കാരത്തേക്ക് കൊടുക്കണം. അത് അർഹയാണ്. അത്രയും മികച്ച സ്വഭാവമാണ് നടിക്കുള്ളത്. അത് കൊടുത്തില്ലെങ്കിൽ കേരളത്തിനാണ് നഷ്ടം. സിനിമയിലൊന്നും അഭിനയിച്ചില്ലെങ്കിൽ പോലും ജീവിതത്തിലുള്ള അഭിനയം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് കൂടുതലൊന്നും എനിക്കിതിനെ പറ്റി പറയാനില്ല. കൂടുതൽ എൻട്രികൾ ഇതിനകത്തോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു എവർ എൻഡിങ് യൂണിവേഴ്സ് ആയിട്ട് ഈ അപരാധം അളിഞ്ഞ യൂണിവേഴ്സ് പൊക്കോണ്ടിരിക്കുകയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ശരി, ബൈ.